മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വർഗീയമായി സംസാരിക്കുക, ഇത്രയും വലിയൊരു വിഷം അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ വിഷം ഏറ്റവും കൂടുതൽ ശശികല ടീച്ചർക്കാണ്. എനിക്ക് എന്നെ പാമ്പെന്ന് വിളിച്ച എനിക്ക് എന്താ വിഷമം? സന്തോഷമാണ്. സന്തോഷമല്ലേ ഉള്ളൂ. എനിക്കെന്തിനാ വിഷമം? എനിക്കൊരു സങ്കടവും ഇല്ല നാട്ടുകാരിങ്ങനെ പറയുന്നതിന്. ഞാൻ ഇത്രയും നാളെ ഞാൻ വിഷം ചീറ്റിയത് കൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷൻ അതാണ്, എൻ്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ്. ഞാൻ ഇത്രയും നാൾ ഞാൻ ചീറ്റിയ വിഷത്തിന് ആളുകൾ എനിക്ക് തന്ന അംഗീകാരമാണ്. ആളുകൾ ഇപ്പം എന്നെ വിളിക്കുന്നത് വിഷപ്പാമ്പേ വിഷപ്പാമ്പേ. എനിക്കതിനകത്തൊരു പശ്ചാത്താപവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇക്കാലം അത്രയും ഞാൻ ഭൂമി ജീവിച്ചിട്ട് എൻ്റെ മക്കളുടെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ ഉണ്ടോ, ഉറങ്ങിയോ, പെടുത്തോ, കഴിയോ എന്നൊക്കെ നോക്കുന്നതിലായിരുന്നു എൻ്റെ ഇക്കാലം അത്രയും ഞാൻ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് എനിക്കതിനകത്ത് ഇപ്പോൾ സന്തോഷമേ ഉള്ളൂ. കാരണം എന്നെ പാമ്പെന്ന് വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അത്രത്തോളം അതിനുവേണ്ടി ആ ഒരു ഇക്കാലം അത്രയും അങ്ങനത്തെ ഒരു വിളിക്ക് വേണ്ടി, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എന്നുള്ള അങ്ങനത്തെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ആളുകൾ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഉൾപ്പുളകം കൊള്ളുകയാണ്. ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് ആ പാട്ടാണ്. പൊന്നേ പൂവേ കർലേ എൻ്റെ കൽബിനുള്ളിലെ മോളെ, എന്നും എൻ്റെ കരളല്ലേ നീ ശശിയേ.